ഹലോ ഗൈസ്, അപ്പം ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വന്നതിന് ശേഷം ക്ലൗഡ് ബോട്ട് കോൺഫിഗർ എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്തൊരു URL ഉണ്ട്, അത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ലോക്കലി ഇൻ യുവർ മെഷീൻ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് തന്നെ ഇവിടെ കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അതിനുശേഷം വർക്ക് പ്ലേസ് ആയിട്ടാണോ അത് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാനിപ്പം ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തു, എൻ്റർ കൊടുത്താൽ മതി. പിന്നെ സെക്കൻഡ് മോഡൽ സെറ്റ് ചെയ്യുക. മോഡൽ നിങ്ങൾക്കിപ്പം ഏത് വേണമെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് ഏത് മോഡൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് എനിക്കിപ്പം തോന്നുന്നത് ഫ്രീ ഉള്ള ഓപ്പൺ AI ഫ്രീ ഇല്ല, API കീ ഉണ്ട്. ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രോ മോഡൽ വല്ലതും ഉണ്ടോ, അതോ ഇനി ഫ്രീ ക്രെഡിറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ. എനിക്കൊന്നും ഫ്രീ ക്രെഡിറ്റ്സ് ഇല്ല, ഞാനിപ്പം ഒല്ലാമയാണ് യൂസ് ചെയ്യുന്നത്. അതിവിടെ കാണാം, വേണ്ടേ. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ആക്കാം, പക്ഷേ നല്ല റാമും കാര്യങ്ങളൊക്കെ വേണം. ഞാനിപ്പോൾ ഇതിനകത്ത് കളിച്ച ഇതാണിപ്പം എൻ്റെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മോഡലൊക്കെ അല്ലെങ്കിൽ API കീ വെച്ച് ഇതുപോലെ വേണമെങ്കിൽ എടുക്കാം. വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് ഞാൻ എൻ്റെ ബ്ലോഗിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാം. OpenAIയിൽ വന്നിട്ട് OpenAI API കീ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ Google AI സ്റ്റുഡിയോ ജെമിനി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് API കീ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് API കീ എന്ന് കൊടുക്കുക. നെയിം എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കിടക്കും. എന്നിട്ട് ഇപ്പം ഞാൻ ജെമിനി വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ആ കീ ഇവിടെ നിന്നൊന്ന് കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി കിടക്കുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളുടെ ഇവിടെ വന്നതിന് ശേഷം ഈ മോഡൽസ് തിരഞ്ഞെടുക്കുക. ഞാൻ ഇപ്പം ജെമിനി അല്ലേ എടുത്തേ, ഗൂഗിളിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആന്ത്രോപ്പിക് അല്ല, ഈ ഓപ്പൺ റൗട്ടറും ഫ്രീ ആണ് കേട്ടോ. ഓപ്പൺ റൗട്ടറും ഫ്രീയാണ്, അതും ഈസിയാണ്. ജസ്റ്റ് ഓപ്പൺ റൗട്ടറും സെർച്ച് ചെയ്താൽ ഇവിടെ വരും. ഇതല്ല അപ്പം ഇതിലായിരിക്കും. ഞാൻ എല്ലാം നോക്കിയായിരുന്നു. ഓപ്പൺ റൗട്ടർ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ റൺ ചെയ്ത് കിടക്കുന്നതാണ്, അത് നോക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്നു ഓപ്പൺ റൗട്ടറൊക്കെ, പോയി. അപ്പം ഓപ്പൺ റൗട്ടർ എന്ന് സെർച്ച് ചെയ്താൽ എന്നിട്ട് അതിനകത്ത് ഇതുപോലെ തന്നെ ജെമിനെ പോലെ തന്നെ API ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം സെയിം തന്നെ. ജസ്റ്റ് ഒരു API ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏത് മോഡലാണോ അത് കൊണ്ടുവരിക. ഇപ്പം ഗൂഗിളിൻ്റെ ജെമിനിയാണ് എടുത്തത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജെമിനി API കീ. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ജെമിനി API കീ അടിക്കാൻ പറയും. ഞാൻ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഒലാമ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് രണ്ടാമത് ചെയ്യാൻ വയ്യ. അപ്പം ജെമിനി API കീ എടുക്കുക, എൻ്റർ കൊടുക്കുക, ആ API കീ അടിക്കുക. ഞാൻ ഇപ്പോൾ അടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ബാക്ക് കൊടുക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ബാക്ക് അടിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യുക. മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് ചെയ്തതിന് ശേഷം സ്കിപ്പ് അടിക്കുക. അതിനുശേഷം ഇനി ഇതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഏത് മോഡലാണോ വെച്ചാൽ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് OpenAIയുടെ ഏതെങ്കിലും ഏതോ നമ്മളിപ്പം ജെമിനിയിൽ സെറ്റ് ചെയ്ത്, അപ്പം ജെമിനി CL എടുക്കുക, കൊടുക്കുക. ഞാനിപ്പം കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒല്ലാമ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതൊരു സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഏതെങ്കിലും താഴോട്ട് അടിച്ചുകൊണ്ട് മതി. ജസ്റ്റ് വരാൻ നേരത്ത് ഇവിടെ എവിടെയെങ്കിലും കാണാം, ഇതാ എൻ്റർ കൊടുക്കുക. അത് കഴിഞ്ഞ് മോഡൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെബ് ടൂൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഈ ഗേറ്റ് വേ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഗേറ്റ് വേ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും പോർട്ട് നമ്പർ കൊടുക്കുക. ഞാൻ ഇപ്പം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും ഇവിടെ ഇത് കൊടുക്കുക, ടോക്കൺ കൊടുക്കുക, ഇത് കൊടുക്കുക. കഴിഞ്ഞു. ഇനി എൻ്റർ കൊടുക്കുക, പാസ്വേഡ്, അതും കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വരും. ഇപ്പം 2-3 കഴിഞ്ഞു. ഇനി ഇതൊക്കെ ചാനൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം.
അപ്പം ചാനൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത് കൊടുക്കുക. അതിന് ശേഷം ഏത് ചാനൽ, ടെലിഗ്രാം ആണെങ്കിൽ ടെലിഗ്രാം, വാട്സപ്പ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് രണ്ടും ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ബോട്ട് ആണെങ്കിൽ ഞാൻ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ തന്നെ ഇടാം. അതിനുശേഷം വാട്സപ്പ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് QR കോഡ് കിട്ടും. ഈ QR കോഡിൽ നിങ്ങൾ ജസ്റ്റ് മറ്റേ ലിങ്ക് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് സ്കാൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പം ഞാൻ ഒരു QR കോഡ് തരും, അത് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി, വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് എനിക്കിങ്ങനെ കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് കൊടുക്കുകയാണ്. ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷറിന് കൊടുത്താൽ മതി. ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷർ കൊടുക്കുക. ഇനി ചാനൽ സെറ്റ് ചെയ്ത് എന്നോ സ്കിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ സ്കിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എസ് കൊടുത്തതിന് ശേഷം NBM കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് സ്കിപ്പിന് കൊടുക്കുക, സ്പേസ് അടിച്ചാൽ മതി. അതിനുശേഷം എൻ്റർ അടിച്ചാൽ മതി. നോ കൊടുക്കുക, ഇവിടെ നോ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഞാൻ നോ കൊടുത്തു. പിന്നെ ഇതിന് ശേഷം ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്ത് ചെക്ക് വെച്ച് കാണിച്ചു തരും. ഇപ്പോൾ ഏത് മോഡലൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ നിന്ന് കാണിച്ചു തരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതെ, ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇവിടെ കാണിച്ചു തരും. ചാറ്റ് ബോട്ട് ഏതാണ്, അപ്പം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇതെല്ലാം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇനി ഇത് റൺ ചെയ്യാനായിട്ട് കണ്ടിന്യൂ കൊടുത്താൽ ഇതെല്ലാം കഴിയും. ഇനി ഇവിടെ വന്നതിന് ശേഷം ഒരു കമാൻഡുണ്ട്. ക്ലൗഡ് ബോട്ട് മോഡൽ ലിസ്റ്റ്. ഇവിടെ ക്ലൗഡ് ബോട്ട് ഗെറ്റ് വേ എന്ന് അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് കഴിയും, റണ്ണാവും. അതാണ്ട് ഇവിടെ വന്നതിന് ശേഷം ക്ലൗഡ് ബോട്ട് ഗെറ്റ് വേ റീസ്റ്റാർട്ട് എന്ന് കൊടുത്താൽ മതി. ഇതെങ്ങനെ അടിക്കാൻ നേരത്ത് നിങ്ങളത് റീസ്റ്റാർട്ട് ആവും. കോപ്പി എടുക്കുക, ഇവിടെ കൊണ്ടുവരിക, പേസ്റ്റ് അടിക്കുക. ഇനി ഇതിപ്പോൾ റീസ്റ്റാർട്ട് ആവും. നിങ്ങൾ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം റീസ്റ്റാർട്ട് ആവും. അപ്പോൾ ഏത് മോഡലാണെന്ന് വെച്ചാൽ ഇത്രയുള്ള പണി. ഇത് വർക്കായില്ലെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ എങ്ങനെ ടെലിഗ്രാം ബോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഇട്ടുതരാം. അതുപോലെ തന്നെ വാട്സപ്പും എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ബൈ.